ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു റിഫൂസ് കുക്കിംഗ് ചാനൽ. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് പഴയകാല പലഹാരമായിട്ടുള്ള കലത്തപ്പത്തിൻ്റെതാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കാവുന്നതാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന അളവുകൾ പ്രകാരം നല്ലൊരു കലത്തപ്പം നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എന്നാൽ നേരെ വീഡിയോയിലോട്ട് പോവാം. ഈ ഒരു സ്റ്റീൽ ഗ്ലാസ് അളവിലാണ് കേട്ടോ ഞാൻ കലത്തപ്പം ഉണ്ടാക്കാനായിട്ടുള്ള അരി എടുക്കുന്നത്. പച്ചരിയോ ജീരകശാലയോ കൈമ റൈസോ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. ഞാനിവിടെ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. തലേ ദിവസം കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. കുതിർത്തതിന് ശേഷം വെള്ളം നല്ലപോലെ ഊറ്റി കളഞ്ഞതിന് ശേഷം എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ അരി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുതിർത്ത് വെച്ച ഒരു ഗ്ലാസ് പച്ചരി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു സ്പൂൺ തേങ്ങയാണ് കേട്ടോ. ഒരു സ്പൂൺ അളവിൽ മാത്രം തേങ്ങ എടുത്താൽ മതി കേട്ടോ. അതേ സ്പൂൺ അളവിൽ തന്നെ നമുക്ക് കുറച്ച് ചോറ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ നല്ല ജീരകമാണ് കേട്ടോ. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഏലക്കായ കൂടെ ഇട്ട് കൊടുക്കാം. ചതച്ച് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, അല്ലാണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അപ്പക്കാരവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് ഫൈനാക്കി അടിച്ചെടുക്കാം. ഒരു ഗ്ലാസ് പച്ചരിയിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളം തന്നെയാണ് എടുക്കുന്നത്. ആദ്യം നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചുകൊണ്ട് നല്ല പോലെ ഫൈനാക്കി അടിച്ചെടുക്കാം. അപ്പം ഞാനിത് അരി നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ തിക്കും അല്ല, എന്നാൽ നല്ല ലൂസും അല്ലാത്തൊരു കൺസിസ്റ്റൻസിയിലാണ് ഇതുണ്ടാവുക. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് കേട്ടോ. ഇപ്പോൾ ഇത് കുറച്ച് ലൂസുള്ളത് പോലെ തോന്നും. ഇനി ശർക്കര ഉരുക്കി ഒഴിക്കുന്നതോടുകൂടി ഒന്നുകൂടെ ലൂസായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത് ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഞാനിതാ ഒരു പാൻ സ്റ്റവിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള 250 ഗ്രാം ശർക്കരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഈ ശർക്കര ഉരുക്കിയെടുക്കാനായിട്ട് ഞാൻ 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്റ്റീൽ പാത്രം ആയതുകൊണ്ടിട്ട് തന്നെ പെട്ടെന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ആദ്യം 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം ശർക്കര അതിലേക്ക് ഇട്ട് കൊടുത്താലും മതി. ഓക്കെ, അപ്പോൾ നമുക്കിത് നല്ലപോലെ ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ശർക്കര നല്ലപോലെ ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഉരുകിയെടുക്കാനായിട്ട് ഒരു 15 മിനിറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ശർക്കര പാനി നമുക്ക് ഒന്ന് ചൂടോട് കൂടി തന്നെ അരിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിലുള്ള എന്തെങ്കിലും വേസ്റ്റൊക്കെ ഉണ്ടെങ്കിലൊക്കെ പോയി കിട്ടും കേട്ടോ. ഇനി ഈ അടുപ്പിലേക്ക് നമുക്ക് ഉള്ളി വറവിടാനായിട്ടുള്ള ഒരു പാത്രം വെച്ച് കൊടുക്കാം. ഈ പാനൊന്ന് ചൂടായി വരുന്ന സമയം കൊണ്ടിട്ട് നമുക്ക് ശർക്കര പാനി ഒന്ന് അരിച്ചെടുക്കാം. ചൂടോട് കൂടി തന്നെ ഇത് അരിച്ചെടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അല്ലെങ്കിൽ കുറച്ചൊന്ന് ഹാർഡായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ശർക്കര പാനിയിൽ കാര്യമായിട്ട് വേസ്റ്റ് ഒന്നും കാണുന്നില്ല. അപ്പോൾ നമുക്ക് ഇത് മാറ്റി വെക്കാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ശർക്കര പാനി ചൂടോട് കൂടി തന്നെ നേരത്തെ നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുന്നതോടൊപ്പം തന്നെ ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ കട്ടി പിടിക്കും. അപ്പോൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പോൾ ശർക്കര പാനി മുഴുവനായിട്ടും ഞാനിത് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ശർക്കര പാനി ഒഴിച്ച സമയത്ത് ഈ മാവ് നല്ലപോലെ ലൂസായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ ഗ്യാസിൽ വെച്ചിട്ടുള്ള പാൻ ചൂടായിട്ടുണ്ടോ എന്ന് നോക്കാം. പാൻ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.
എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തൽ ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങാക്കൊത്തലിൻ്റെ നിറം ബ്രൗൺ നിറമാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി കൂടെ ചേർക്കാം. ഒരു സ്പൂൺ വെച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഉള്ളിയും തേങ്ങാക്കൊത്തലും ഒക്കെ നല്ലപോലെ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കോരി മാറ്റാം. അപ്പോൾ കലത്തപ്പത്തിനുള്ള മാവൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു കുക്കർ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. കുക്കറിൽ കലത്തപ്പം ഉണ്ടാക്കുമ്പോൾ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് മെഴുക്കാക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ഉള്ളിയൊക്കെ വാട്ടിയിട്ടുള്ള ആ എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് കുക്കറിൻ്റെ എല്ലാ ഭാഗത്തും എണ്ണ എത്തുന്നത് വരെ ഒന്ന് ചുഴറ്റി കൊടുക്കാം. എണ്ണയൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. മാവ് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ ഉണ്ടാവേണ്ടത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ മാവ് ഒഴിച്ച് കൊടുക്കേണ്ടതുണ്ട്. മാവ് ഒഴിച്ചതിന് ശേഷം 1 മിനിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഈ 1 മിനിറ്റിന് ശേഷം നമ്മൾ നേരത്തെ വറവിട്ട ഉള്ളിയും തേങ്ങാക്കൊത്തലും കൂടെ ചേർത്ത് കൊടുക്കാം. മാവ് ഒഴിച്ച പാട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മുഴുവനും അതിലേക്ക് താഴ്ന്നു പോകും. അതിനാണ് 1 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ഇതിട്ട് കൊടുത്തതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കറിൻ്റെ അടപ്പ് കൊണ്ട് അടച്ചു വെക്കാം. ഇത്രയും സമയം തീ ഹൈ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം കേട്ടോ ഉണ്ടാവേണ്ടത്. ഇനി 1 മിനിറ്റിന് ശേഷം നമുക്ക് തീ കുറച്ച് വെക്കാം കേട്ടോ. ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ വെയിറ്റ് എടുത്ത് മാറ്റാം. ഇനി ഇതൊരു 20 മിനിറ്റ് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു 5-10 മിനിറ്റിന് ശേഷം മാത്രമായിരിക്കണം കേട്ടോ നമ്മളിത് തുറക്കേണ്ടത്. അപ്പോഴേക്ക് കലത്തപ്പം നല്ല പാകമായിട്ടുണ്ടാവും. 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കുക്കർ ഓഫ് ചെയ്തിരുന്നു കേട്ടോ. ശേഷം 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാനിത് തുറന്നു നോക്കുന്നത്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് കലത്തപ്പം ഇതവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് അമർത്തി നോക്കുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. കുക്കറിലൊക്കെ വെക്കുന്ന സമയത്ത് എപ്പോഴും ചൂടാറിയതിന് ശേഷം കലത്തപ്പം എടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ കലത്തപ്പം ഇതവിടെ സൈഡിലൊന്നും പിടിക്കാതെ നല്ല പോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. വളരെ എളുപ്പത്തിലും സോഫ്റ്റിലും ടേസ്റ്റിലുമായിട്ടുള്ള കലത്തപ്പം ഇതവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു അളവിൽ ഉണ്ടാക്കി നോക്കുക. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. രാവിലെ കാലിച്ചായയോടൊപ്പം വൈകുന്നേരത്തെ ചായയോടൊപ്പം ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കലത്തപ്പത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറക്കാതെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.